ചലിക്കുന്ന ജീവനുള്ള ശവങ്ങൾ. പണ്ട് നമ്മൾ ഭയപ്പെട്ടത് പ്രേതം, ഭൂതം അങ്ങനെയുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. അതിനുശേഷം വന്നൊരു കോൺസെപ്റ്റാണ് സൂംബി. സൂംബി എന്ന കോൺസെപ്റ്റ് വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. സൂംബി എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഹെയ്ത്തി എന്ന ദ്വീപിലേക്ക് പോകണം. പണ്ടുകാലത്ത് ആഫ്രിക്ക വംശജരായ അടിമകൾ കുടിയേറി പാർത്തിട്ടുള്ള ഒരു ഹൈലൻഡാണ് ഹെയ്ത്തി. ബ്രിട്ടീഷുകാർ അവിടെ അടിമപ്പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഈ ആഫ്രിക്ക വംശജരെ. കൃഷിയായിരുന്നു അവരുടെ പ്രധാന ജോലി. ഈ അടിമകൾക്ക് ഒരു നേതാവുണ്ട്. അയാൾ ഒരു ദുർമന്ത്രവാദിയായിരുന്നു. അവിടുത്തെ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ കൊണ്ട് അടിമകളൊക്കെ അസുഖമെന്ന് മരണപ്പെട്ടിരുന്നു. അസുഖം ബാധിച്ച് ഇങ്ങനെ മരിക്കുമ്പോൾ ദുർമന്ത്രവാദി തൻ്റെ ബ്ലാക്ക് മാജിക്കിലൂടെ ഒരു പ്രത്യേകതരം ഒരു ജലം തയ്യാറാക്കി. എന്നിട്ട് രാത്രികാലങ്ങളിൽ ദുർമന്ത്രവാദിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും കൂടി മറവ് ചെയ്ത ശവങ്ങൾ പുറത്തെടുത്ത് അവരുടെ കൈകൾ മുറിച്ചും മറ്റും രക്തത്തിലൂടെ ഈ മാന്ത്രിക ജലം അവരുടെ ശരീരത്തിൽ കയറ്റുകയായിരുന്നു. ഇത് കയറ്റിയതിനെ തുടർന്ന് അവർ വീണ്ടും പുനർജനിക്കുകയും ദുർമന്ത്രവാദിയുടെ അടിമകളാകുകയും ചെയ്യുന്നു. അതായത് ദുർമന്ത്രവാദി മരിച്ചവനെ പുനർജനിപ്പിക്കുന്നു, എന്നിട്ട് ദുർമന്ത്രവാദിയുടെ അടിമപ്പണി ചെയ്യിപ്പിക്കുന്നു. ദുർമന്ത്രവാദി ഈ സോംബികളെ കൊണ്ട് ദുഷ്ടപ്രവർത്തികൾ ചെയ്യിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി തൻ്റെ നേതാവ് ചെയ്യുന്നത് തെറ്റാണെന്ന്. അവർ ദുർമന്ത്രവാദിയെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും പച്ചക്ക് തീ കൊളുത്തി കൊല്ലുകയാണ്. ഇതാണ് ഹെയ്റ്റിയൻ ബിലീഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മിരുദൻ എന്ന സിനിമയിലൊക്കെ സോംബികൾ മനുഷ്യന്മാരെ ആക്രമിക്കുന്നത് നമുക്ക് കാണാം. സോംബികൾ അവരുടെ നേതാവ് എന്താണ് പറയുക അതനുസരിക്കുക മാത്രമേ ചെയ്യുക. മരിച്ചവരൊക്കെ ഇങ്ങനെ പുനർജീവിപ്പിക്കൽ സാധ്യമാവോ? ഇത് ശാസ്ത്രം പറഞ്ഞതാണ്. ഡെക്ടൂറോ ടെൻഡോഡിറ്റോക്സൈഡ് എന്ന 2 കെമിക്കൽ കൃത്യത അളവിൽ ഉപയോഗിച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കാം. ഡെക്ടൂറ എന്ന് പറഞ്ഞത് മയക്കുമരുന്നാണ്. അത് നമ്മൾ ഉള്ളിൽ ചെന്ന് നമുക്ക് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടെൻഡോഡിറ്റോക്സൈഡ് എന്ന കെമിക്കൽ പഫർ എന്ന മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന കെമിക്കലാണ്. ഒരുപക്ഷെ 3ാം ലോക മഹായുദ്ധമുണ്ടായാൽ സൂംബി വൈറസ് ഒരു ബയോ വെപ്പണായി ഉപയോഗിക്കുമോ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക.